ഹായ് മൈ ഡിയർ ട്വിൻ ഫ്ലെയിംസ്. സോ ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഡി എമ്മിന്റെ ഡാർക്ക് നൈറ്റ് ഓഫ് ദി സോൾ ഡി എഫിനെക്കാട്ടിലും ഭയങ്കര വ്യത്യസ്തവും അതേപോലെ പുറം ലോകം കാണാത്തതുമായിട്ടുള്ള ഒരു വലിയൊരു അഗ്നിപരീക്ഷയാണ് കേട്ടോ. അതായത് ഡി എഫിന്റെ ഡാർക്ക് നൈറ്റ് എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് പുറത്തേക്ക് പ്രകടമാകുന്ന ഒന്നാണ്. ഓക്കെ, പക്ഷെ ഡി എമ്മിന്റെ ഡാർക്ക് നൈറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഡി എം വളർന്നു വരുന്നത് അവരുടെ ലോജിക്ക്, പണം, കരിയർ, സൊസൈറ്റി, പദവി, നിയമം അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അല്ലേ. അപ്പൊ അവർക്ക് സ്നേഹമില്ല എന്നല്ല, പക്ഷെ അവർ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഒരു മുൻഗണന കൊടുക്കുന്നത് ആ ഒരു ലോജിക്കായിരിക്കും. അപ്പോൾ ഒരു ഡി എമ്മിന്റെ ഡാർക്ക് നൈറ്റ് ആരംഭിക്കുന്നത് എന്തായിരിക്കും? അവർ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്ന അവരുടെ ആ ഒരു ഭൗതിക ലോകം കൊണ്ട് മാത്രം ജീവിതത്തിൽ സമാധാനം കിട്ടില്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ്. ഇപ്പോൾ കയ്യിലുള്ള പണവോ പദവിയോ ഉണ്ടെങ്കിലും ഉള്ളിൽ വലിയൊരു ശൂന്യത അവരെ ഭയങ്കരമായിട്ട് അങ്ങ് വരിഞ്ഞു മുറുകുക ചെയ്യുന്നത്. അപ്പോൾ താൻ ഇതുവരെ അനുസരിച്ച നിയമങ്ങളോ അല്ലെങ്കിൽ ജീവിത രീതികളും തെറ്റാണോ എന്നൊക്കെ അവർ ഭയപ്പെടാൻ തുടങ്ങും. അതായത് ആ ഒരു സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെടുമ്പോഴാണ് ഡി എമ്മിന്റെ തകർച്ചയുടെ തുടക്കം. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡി എമ്മിന്റെ ഈഗോ തകർന്ന് വീഴുന്ന രീതി തികച്ചും വ്യത്യസ്തമാണ് കേട്ടോ. അതായത് ഡി എഫിന്റെ ഈഗോ പ്രധാനമായിട്ടും വരുന്നത് എന്താണ്? ഇപ്പൊ ആ വ്യക്തി എന്നെ സ്നേഹിക്കുന്നില്ലേ എന്ന് പറയുന്ന ഒരു വേദനയിൽ നിന്നാണ്. പക്ഷെ ഡി എമ്മിന്റെ ഈഗോ എന്ന് പറയുന്നത് അവരുടെ ഒരു എന്താ പറയുക സമൂഹം എന്ത് വിചാരിക്കും അല്ലെങ്കിൽ എല്ലാം എൻ്റെ നിയന്ത്രണത്തിലാണ് എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ്. അപ്പോൾ ഒരു ഡാർക്ക് നൈറ്റിലേക്ക് അവർ കടക്കുമ്പോൾ യൂണിവേഴ്സ് കൃത്യമായിട്ടും അവരുടെ ഈഗോയുടെ മേലെ തന്നെ പ്രഹരിക്കുന്നു. ഇപ്പോൾ അവർക്ക് ഏറ്റവും ഭയമുള്ള കാര്യങ്ങൾ തന്നെ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ നടക്കാൻ തുടങ്ങും. അവരുടെ നിയന്ത്രണത്തിൽ ഒന്നുമല്ല എന്നും അവർ എത്രത്തോളം ദുർബലരാണെന്നുള്ള സത്യം അവർ തിരിച്ചറിയുമ്പോൾ അവരുടെ ആ ഒരു ഈഗോ ചില്ലി കഷ്ണങ്ങൾ പോലെ ഉടഞ്ഞു പോകുക ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു തകർച്ച അവർക്ക് സഹിക്കാൻ കഴിയാത്തത് അത്രയും മാനസിക സമ്മർദ്ദം നൽകും. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ജേർണിയിൽ ഡി എഫ് ആത്മീയമായിട്ട് ഉണരുമ്പോൾ അവർ ഇങ്ങനെ പുറത്തേക്ക് വിടുന്ന തീവ്രമായിട്ടുള്ള ഒരു ഊർജം നേരെ ചെന്നെത്തുന്നത് ഡി എമ്മിലേക്കാണ്. അപ്പോൾ ഡി എമ്മിന്റെ ബോധമായിട്ടുള്ള മനസ്സ് ഇതിനെ പൂർണ്ണമായിട്ട് എതിർക്കാൻ നോക്കും. അതായത് എനിക്ക് യാതൊരു ബന്ധവുമില്ല, ഈ വ്യക്തിയുടെ പ്രസൻസ് ഒന്നും എനിക്ക് പ്രശ്നമേ ഇല്ല, പ്രസൻസ് ഇല്ലായ്മ എനിക്കൊരു പ്രശ്നമില്ല എന്നൊക്കെ അവർ ലോജിക്കായിട്ട് ചിന്തിക്കും. ആൻഡ് ലോജിക്കായിട്ട് ചിന്തിച്ചിട്ട് അവർ സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷേ ആത്മാവിന്റെ തലത്തിൽ ഡി എഫിന്റെ ഈ ഒരു സാന്നിധ്യം ശരിക്കും അവരെ ഭയങ്കരമായിട്ട് അസ്വസ്ഥമാക്കും. എന്താ പറയുക, ഉറങ്ങാൻ കിടക്കുമ്പോഴായാലും ഇപ്പോൾ ജോലികൾ ചെയ്യുമ്പോഴായിരുന്നാലും ഈ ഒരു ഊർജ്ജം അവരിങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. സോ ഇത് ശരിക്കും ഒരു ഡി എമ്മിനെ ഒരു കടുത്ത ദേഷ്യത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പത്തിലേക്കോ പിന്നീട് അവിടെ നിന്ന് അവർ ഓടിക്കളയാനുള്ള ഒരു പ്രേരണയിലേക്ക് നയിക്കുകയും ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡി എഫിന് ഒരു സങ്കടം ഉണ്ടെങ്കിൽ അത് നമ്മൾ കരയും, അല്ലെങ്കിൽ ഒരു ഡയറിയിൽ എഴുതി വെക്കും, അല്ലെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യും. പക്ഷെ ഒരു ഡി എമ്മിന്റെ ഒരു സാമൂഹിക പദവി ശരിക്കും അതിനൊന്നും അനുവദിക്കില്ല. അതായത് ഇപ്പൊ ഒരു മാസ്കുലിൻ പ്രൈഡ് ശരിക്കും അവരെ അവിടെ തടയുക ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അവരനുഭവിക്കുന്ന മാനസിക തകർച്ചയായാലും ഡാർക്ക് നൈറ്റ് ആയാലും അവർ പൂർണ്ണമായിട്ടും അവരുടെ ഉള്ളിൽ മാത്രം ഒതുക്കി നിൽക്കുക ചെയ്യുന്നത്. അതായത് ആരും കാണാതെ ആർക്കും പറഞ്ഞു കൊടുക്കാൻ പോലും കഴിയാത്ത, അതായത് ഉള്ളിൽ ഒരു വലിയ അഗ്നിയിൽ അവർ സ്വയം ഇങ്ങനെ വെന്തുരുക ചെയ്യുന്നത്. ശരിക്കും ആ ഒരു നിശബ്ദമായിട്ടുള്ള അനുഭവം ഡി എഫിന്റെ വേദനകളെക്കാളിലും 100 മടങ്ങ് കഠിനമാണ്. അപ്പൊ അതുകൊണ്ട് ഡി എമ്മിന്റെ ഡാർക്ക് നൈറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു മാനസിക വിഷമമല്ല. അവരുടെ ആ ഒരു പഴയ അഹങ്കാരം, മീൻസ് അവരുടെ ഈഗോ, ഭൗതിക ലോകത്തിന്റെ കെട്ടുപാടുകൾ, ആ ഒരു പാറ്റേൺ, തെറ്റായിട്ടുള്ള പാറ്റേണും ചിന്തകളെ ഒക്കെ പൂർണ്ണമായിട്ടും എരിച്ചു കളയുന്ന ഒരു വലിയ അഗ്നിപരീക്ഷയാണ്. ശരിക്കും ആ ഒരു ഇരുട്ടിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴാണ് അവരുടെ ആ ഒരു പഴയ ഈഗോയൊക്കെ ഉപേക്ഷിച്ച് യഥാർത്ഥ ആത്മീയ മനുഷ്യരായിട്ട് ഉണരുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.